ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. അല്ലു അർജുൻ നായകനെത്തുന്ന പുഷ്പയുടെ രണ്ടാം ഭാഗത്തിന്റെ കേരള പ്രൊമോഷൻ ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇന്ന് കേരളത്തിലെത്തിയ അല്ലു അർജുന് വലിയ സ്വീകാര്യത തന്നെയാണ് നമ്മുടെ സിനിമാ പ്രേമികളിൽ നിന്ന്, കേരളത്തിലെ ആരാധകരിൽ നിന്നെല്ലാം തന്നെ ലഭ്യമായിരിക്കുന്നത്. എയർപോർട്ട് മുതൽ പരിപാടി നടക്കുന്ന പ്രൊമോഷണൽ ഹാളിൽ വരെ ഇതിനോടകം തന്നെ വലിയ ആരാധക വൃന്ദത്തെയാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. കൊച്ചിയിലെത്തിയ സിനിമയുടെ നിർമ്മാതാവ് പോലും പറഞ്ഞത് ഹൈദരാബാദിനേക്കാൾ വലിയ ആരവമാണ് കൊച്ചിയിൽ തനിക്ക് കാണാൻ കഴിഞ്ഞത് എന്നാണ്. പുഷ്പ 2 വരുന്ന ഡിസംബർ 5-ാം തീയതി അടുത്ത ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ഹാൽ മലയാളത്തിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന സിനിമകളിലൊന്നാണ്. ഷെയ് നിഗം നായകനെത്തുന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിരിക്കുകയാണ്. റിലീസ് തീയതി ഉടൻ പ്രഖ്യാപിക്കും. മോളിവുഡിലെ ഏറ്റവും മികച്ച സമയത്ത് നിൽക്കുന്ന ഒരു നടനാണല്ലോ ആസിഫ് അലി. അദ്ദേഹത്തിന്റെ കിഷ്കിന്ദ കാണ്ഡം എന്ന സിനിമയുടെ റിലീസിന് ശേഷം ഇനി ആസിഫ് അലി അഭിനയിക്കുന്ന പുതിയ സിനിമ തമർ സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. ചിത്രത്തിന്റെ ഷൂട്ടിങ്ങും പൂജയും എല്ലാം തന്നെ ഇതിനോടകം തന്നെ വിദേശത്ത് ആരംഭിക്കപ്പെട്ടിരിക്കുകയാണ്. 1001 നുണകൾ എന്ന സിനിമയുടെ സംവിധായകൻ കൂടിയാണ് തമർ. തമിഴ് സിനിമ ഇൻഡസ്ട്രിയിൽ മുൻനിരയിലുള്ള നടന്മാരിൽ ഏറ്റവും മോശം സമയത്ത് നിൽക്കുന്ന നടനാണല്ലോ സൂര്യ. അദ്ദേഹത്തിന് ഒരു വലിയൊരു വിജയം ഇതിനോടകം തന്നെ ആവശ്യമാണ്. ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ കാർത്തിക് സുബ്രാജ് സിനിമയ്ക്ക് ശേഷം കങ്കുവ എന്ന സിനിമയുടെ റിലീസിന് ശേഷം ഇപ്പോഴത്തെ സൂര്യയുടെ 45-ാമത്തെ സിനിമയ്ക്ക് ഇന്ന് തുടക്കം ഇട്ടിരിക്കുകയാണ്. സിനിമയുടെ പൂജ ഇന്ന് നടന്നിരിക്കുകയാണ്. RJ ബാലാജിയാണ് സൂര്യ 45 എന്ന സിനിമ സംവിധാനം ചെയ്യുന്നത്. അടുത്ത ദിവസങ്ങളിൽ സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കും. അടുത്ത വർഷം സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നതാണ്. നല്ല സിനിമയാകട്ടെ എന്ന നിലവിൽ നമുക്ക് ആശംസിക്കാം. RJ ബാലാജിയുടെ സ്വർഗവാസൽ എന്ന സിനിമ കൂടി ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്നുണ്ട്. നവംബർ 29-നാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. അജിത്തിന്റെ അടുത്ത വലിയ പ്രതീക്ഷയുള്ള സിനിമകളിലൊന്നാണല്ലോ ഗുഡ് ബാഡ് അഗ്ലി. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. സിനിമ വരുന്ന പൊങ്കൽ റിലീസായിട്ട് തന്നെ തിയേറ്ററുകളിലേക്ക് എത്തും. ജനുവരി 10-ാം തീയതിയാണ് അടുത്ത വർഷം 2025-ൽ സിനിമയുടെ റിലീസ് പ്രതീക്ഷിക്കുന്നത്. കന്നഡയിൽ നിന്നുള്ള ഈ വർഷത്തിലെ അടുത്ത വമ്പൻ സിനിമയുടെ റിലീസ് തീയതി പ്രഖ്യാപനം ഇന്ന് വന്നിരിക്കുകയാണ്. കിച്ച സുദീപ് നായകനെ എത്തുന്ന മാക്സ് എന്ന സിനിമയുടെ റിലീസ് തീയതിയാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ക്രിസ്മസ് ദിനത്തിൽ ഡിസംബർ 25-ാം തീയതി സിനിമ റിലീസ് ചെയ്യും. അന്ന് ദിവസം തന്നെ ക്രിസ്മസ് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുകയാണല്ലോ ലാലേട്ടന്റെ ആദ്യ സംവിധാന സംരംഭമായ ബറോസ. ഇപ്പോഴത്തെ ബറോസിന്റെ ഓഫ്ലൈൻ പ്രൊമോഷനുകൾക്ക് ഭാഗികമായിട്ട് തുടക്കം കുറിച്ചിരിക്കുകയാണ്. സിനിമയുടെ ഒരു പ്രൊമോ ഷൂട്ട് ഇതിനോടകം തന്നെ നടന്നിരിക്കുന്നു എന്നൊരു റിപ്പോർട്ടാണ് ഇന്നേ ദിവസം വന്നിരിക്കുന്നത്. പ്രൊമോ വീഡിയോ ഡിസംബറിലെ ആദ്യ 2 ആഴ്ചകൾക്കുള്ളിൽ തന്നെ പ്രതീക്ഷിക്കുന്നു. എമ്പുരാന്റെ റിലീസിന് ശേഷം സിനിമയുടെ ഓൺലൈൻ അഭിമുഖങ്ങളിലേക്ക് ലാലേട്ടൻ കടക്കുന്നതാണ്. അപ്പോൾ ബറോസ് എന്ന 3D സിനിമയുടെ കൂടുതൽ വാർത്തകൾ കേട്ട് നമുക്ക് കാത്തിരിക്കാം.